ചിലപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിക്കും, ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട്. മീഡിയാസിനെയും ഇതെല്ലാം വെച്ചൊരു പ്രസ് മീറ്റ് വിളിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ. അപ്പോൾ ഒരിക്കലും വിചാരിച്ചല്ല ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പെട്ടെന്ന് ഒയ്യേണ്ട വരുമെന്നൊന്നും. നമ്മൾ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് എല്ലാ രീതിയിലും വിത്ത് സോളിഡ് പ്രൂഫ്സ് നമ്മൾ മുമ്പോട്ടേക്ക് പോകും. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ ഇപ്പം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് ഒളിവിലായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഒരു വണ്ടി റെൻറ്റിനെടുത്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, ജാസിയും അമ്മു ഇവരൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഓൻ ക്യാമറ മുമ്പിൽ വരില്ല. അപ്പോൾ ഓനെയും കൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി ഇപ്പോൾ റെൻറ്റിനെടുത്തിട്ട് സാധനങ്ങൾ എടുക്കാൻ വന്നിട്ടാണ് ഉള്ളത്. സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വീട്ടിൻ്റെ അകത്ത് കുറച്ച് ഉള്ള സാധനങ്ങളുണ്ട്. അതായത് അന്ന് DGP ഓർഡർ ഇട്ടല്ലോ, ഈ DGP ഓർഡർ ഇട്ട സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഉള്ള സാധനങ്ങളും കൊണ്ട് ഓർഡർ ചെയ്തത്. ഞാൻ ഇത് PCL എടുത്ത് ഞാൻ ഓടിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഈ ചളിയിലൂടെ ഞാൻ ഓർഡർ ചെയ്ത് DGP ഓർഡർ ഇട്ട് ഈ പറഞ്ഞ പോലെ സീനായി, നമ്മൾ പേടിച്ച് പാനിക് അറ്റാക്കായി. അങ്ങനെ ആയിട്ട് ഉള്ള സാധനങ്ങളും കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങളും എടുത്തിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തത്, മനസ്സിലായോ? എൻ്റെ PC ഇത് കൊടുത്തിട്ട് ഞാനിങ്ങനെ മറ്റേ ബോക്സിലിട്ട് PC എടുത്ത് മമ്മ ഒരു മോണിറ്റർ എടുത്ത് ഇങ്ങനെയെല്ലാക്കി നമ്മൾ ഓടി പോയി. അപ്പോൾ ഇവിടെ കുറച്ച് ഗെയിമിങ് ചെയറും പിന്നെന്താ എൻ്റെ കുറച്ച് 1-2 ഡ്രസ്സും പരിപാടികളും ഇങ്ങനത്തെ അല്ലറ ചില്ലറ ലൈറ്റും അതൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ട്. കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 3 കാര്യങ്ങൾക്കായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു അഡ്വക്കേറ്റിനെ കാണണം. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഒരു അഡ്വക്കേറ്റിനെ ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു അഡ്വക്കേറ്റിനെ കാണണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വൈഫൈ കണക്ഷൻ 1 വർഷത്തേക്ക് എന്തോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് ബാക്കി കിട്ടാവുന്ന പൈസ എന്താണെന്ന് വെച്ചാൽ വാങ്ങിയെടുക്കണം. പിന്നെ വാടകൻ്റെയും ബാക്കി എന്തെങ്കിലും ഇവിടെ ഇത്രയല്ലേ താമസിച്ചുള്ളൂ നമ്മൾ. അപ്പോൾ അതിൻ്റെയും എന്തെങ്കിലും ബാക്കി വാങ്ങണം. ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ് ഈ വീട് എടുക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ ഞാൻ 1 വർഷത്തേക്കാണ് ഇവിടെ ഈ വൈഫൈ എടുത്തത്. അതിൻ്റെ വലിയ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ 1-2 ദിവസമായിരിക്കും, അല്ല 1-2 ആഴ്ചയായിരിക്കും നമ്മളിവിടെ നിൽക്കാന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താ, ഈ പറഞ്ഞ പോലെ ഇവിടെ 1 വർഷത്തോളം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി അതിൻ്റെ പൈസ മൊത്തം 1 വർഷത്തേക്കാണ് ഇത് എടുത്തത്, മനസ്സിലായോ? പിന്നെ ഞാൻ ഇവിടുത്തെ ചേച്ചി ഉണ്ടല്ലോ, ഇവിടുത്തെ വീട്ടിലെ ചേച്ചി ഉണ്ടല്ലോ, അപ്പോൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, രഹസ്യമായിട്ട് ഞാൻ ചോദിച്ചു ആരെയും വന്നോ. ചേച്ചി പറഞ്ഞു വെച്ചാൽ ആരും വന്നിട്ടില്ല, പോലീസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മൾ ജസ്റ്റ് വെറുതെ പാനിക്കായിട്ട് ഓടിയതാണ് കേട്ടോ. അതിപ്പോൾ മനസ്സിലായിരുന്നു. പക്ഷേ ആ പേടിയിൽ ഈ പറഞ്ഞ പോലെ മൊബൈൽ നോക്കുമ്പോൾ ന്യൂസ് നോക്കുമ്പോൾ എല്ലാം ഇത് കണ്ട് പേടിച്ച് അങ്ങനെ ഓടിപ്പോയതാണ്. ശരിക്കും അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷേ ആ സമയത്ത് പേടിയിൽ അത് പറ്റിപ്പോയതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൗസ് ഓണറിനെ കണ്ടിട്ട് ബാക്കി കിട്ടാവുന്നത് വാങ്ങണം. പിന്നെ വക്കീലിൻ്റെ അടുത്ത് ക്യാമറ കൊണ്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും, കാരണം ഡ്രൈവ് ചെയ്ത് വന്നതായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പോൾ ഒരിക്കലും ചിന്തിച്ചില്ല ഗൈസ്, ഈ വീട് എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പെട്ടെന്ന് ഒയ്യേണ്ട വരും, 1 മാസം പോലും തയ്ച്ച് നിൽക്കാൻ പറ്റൂല എന്നൊന്നും ചിന്തിച്ചിട്ടില്ല, മനസ്സിലായോ? അങ്ങനെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ, നമ്മളൊന്ന് ചിന്തിക്കും, അല്ല വേറൊന്ന് വിധിക്കും. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നമ്മളെ നായ്ക്കുട്ടിയുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ. റാംബി കമോൺ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. പാവം, അതിന് എത്രയായി കണ്ടിട്ട് അറിയോ? അയ്യോ, Did you miss me, baby? Did you miss me? Did you miss me, baby? Did you miss me? Yeah, you did, brother. Allah, Umma, okay. കുഴപ്പമില്ല, വെള്ളച്ചേട്ടൻ ചേറായിക്കോട്ടെ. ഓക്കെ, കുഴപ്പമില്ല, മതി, ചാടിയത് മതി, ഞാൻ പോയെന്ന്. അപ്പോൾ ഗൈസ് നിൽക്ക്. അപ്പോൾ ഗൈസ് ഈ പറഞ്ഞ പോലെ നമ്മൾ
ഒരു എടാ നിന്നെ വിട്ട് പോവാടാ, നിന്നെ വിട്ട് പോവാ, വേറെ വയ്യില്ല. മനസ്സിലായി? എത്ര അൽഫാം ഞാൻ കൊടുത്തതെന്നറിയോ? അൽഫാമല്ല, അൽഫാമിൻ്റെ ഇത്. വെള്ള ഷർട്ടെല്ലാം ചേറായി. കുഴപ്പമില്ല. നിന്നെ വിട്ട് പോവാ, മനസ്സിലായ? പോവാ. ബാ 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 ബാ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ കുറേ അൽഫാം ഇതെല്ലാം മേടിച്ചു കൊടുത്തതാ. നമ്മൾ തിന്നതിൻ്റെ അല്ല, അങ്ങനെയല്ല പറഞ്ഞ പോലെ. അപ്പോൾ ഒരിക്കലും ഈ വീട് എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചല്ല ഇവിടുന്ന് ഇങ്ങനെ ഒഴിഞ്ഞ് പോകേണ്ട വരുമെന്നുള്ളത്. അപ്പോൾ ഒരാശോ അല്ലൊക്കെ. അപ്പോൾ ഒരിക്കലും വിചാരിച്ചല്ല ഇവിടുന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പെട്ടെന്ന് ഒയ്യേണ്ട വരുമെന്നൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ലൈഫാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അഡ്വക്കേറ്റിനെ കാണണം. അഡ്വക്കേറ്റായിട്ട് സംസാരിച്ചിട്ട് കേസിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇതെന്താണെന്നുള്ള മൊത്തം അറിയണം. അപ്പോൾ അത് ചെയ്യാനുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ മൂപ്പര് പറഞ്ഞു വെച്ചാൽ നമുക്കൊരു പ്രസ് മീറ്റ് വിളിക്കുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിക്കും. ഈ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട് മീഡിയാസിനെയും ഇതെല്ലാം വെച്ചൊരു പ്രസ് മീറ്റ് വിളിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ വാടക ഇതാക്കണം, വൈഫൈൻ്റെ പരിപാടി, വീടുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോവുക. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പറ്റുന്നതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉറങ്ങിയിട്ടില്ല. വീട് എനിക്ക് എന്തായാലും സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ്. ഞാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോകാൻ നോക്കട്ടെ. ഇതിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം. കാരണം ഇതിൻ്റെ അകം ഈ പറഞ്ഞ പോലെ നമ്മൾ അന്നത്തെ പേടി അല്ലെങ്കിൽ അന്ന് നമുക്കുണ്ടായ അനുഭവം ഈ വീടിൻ്റെ അകം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. മനസ്സിലായോ? കാരണം ഈ വീടിൻ്റെ അകവും കോലവും കണ്ട നമ്മൾ എന്ത് ബേജാറിലാന്ന് ഇറങ്ങി ഓടിയതെന്നുള്ളത് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വീട് താക്കോല് കാണുന്നില്ല ഗൈസ്, താക്കോല് കാണുന്നില്ല. അയ്യോ, താക്കോല് കാണണ്ടായിന്ന് തോന്നുന്നേ. ഇപ്പുറത്തെ ചേച്ചിനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, ചേച്ചി ക്യാമറ ഇതിൽ വരുമോയെന്നറിയില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചേച്ചീനെ കാണിച്ചിട്ട് ചേച്ചീനോട് താക്കോലുണ്ടോ എന്ന് ചോദിച്ചിട്ട് താക്കോലുണ്ടെങ്കിൽ വാങ്ങി ഞാൻ തുറക്കാം, എന്നിട്ട് ഞാൻ വരാം ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ താക്കോല് കിട്ടി. ഇവിടെ എല്ലാവരും നമുക്ക് ഫുഡ് കൊണ്ടു തരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീൻ്റെ അടുത്തായിരുന്നു ഈ ചേച്ചി ഏൽപ്പിച്ചത്. നമ്മളും കുറേ ഈ ചേച്ചീനടക്കം പേടിപ്പിക്കാൻ മീൻസ് ഈ പറഞ്ഞ പോലെ നമ്മളും ഈ DGP ഓർഡർ ഇട്ടു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പം ഇൻസ്റ്റ തുറന്നാലോ അല്ലെങ്കിൽ എന്ത് തുറന്നാലും ഈ പറഞ്ഞ പോലെ ഇവരെ പിടിക്കൂ അങ്ങനെയെല്ലാം കണ്ട് പേടിച്ചിട്ട് ഉള്ള ജീവനും കൊണ്ട് ഇറങ്ങി ഓടുകയെന്ന് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഈ ചേച്ചിക്ക് പേടിയായിട്ട് മറ്റേ ചേച്ചീൻ്റെ കയ്യിലാണ് കൊടുത്തത് ഫുഡ് കൊണ്ടുവരാൻ വരുന്നത്. അപ്പോൾ അത് നമ്മൾ വാങ്ങി താക്കോല് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിന് അകം കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നല്ല വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകുന്നതിന്. ഒരുവിധം സാധനങ്ങളെല്ലാം അന്ന് എടുത്തതാ, കാണിച്ചു തരാം. ഇതിൻ്റെ അകം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പേടിച്ച് എന്തെല്ലാം അവസ്ഥയിലാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയതെന്നുള്ളത്. ഇതിലെന്താ, അയ്യോ ഇതുണ്ടോ ചളിയെല്ലാം, അങ്ങനെ അത്രക്കും അവസ്ഥയിലായിരുന്നു. ഇതാരുടെ ബാഗ്, അങ്ങനെയൊക്കെ ആയിരുന്നു അവസ്ഥ മൊത്തത്തിൽ. മനസ്സിലാ? ഇതാ റൂം, ഈ ചെയർ, ഇതൊക്കെ എല്ലാം എടുത്തതിന് ഇപ്പോൾ പോകണം. എന്താണെന്നും അറിയില്ല. മനസ്സിലാ? ഇങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ വരുന്നത്. ഇങ്ങനെയൊക്കെയാണ്. കഴിച്ച ഫുഡ് വരെ ചിലപ്പം ബാക്കി ഇടുണ്ടാവും. ഇതാ അങ്ങനെ അത്രക്കും ഈ പറഞ്ഞ പോലെ പേടിച്ച് പണ്ടാരടങ്ങിയിട്ടാണ് നമ്മൾ ഇതാക്കിയത്, ഇറങ്ങി ഓടിയത്. ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു നെഗറ്റീവ് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ഈ സംഭവമൊക്കെ വന്നതിന് ശേഷം ഈ സ്ഥലം തന്നെ എന്തോ അങ്ങനെയൊക്കെ തോന്നുന്നു ഗൈസ്. നമ്മളിങ്ങനെയൊന്നും വിചാരിച്ചല്ല ഈ വീടെടുത്തത്. ഈ വീടെടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു വർഷത്തേക്കുള്ള എന്താ പറയുക കരാറും 1 വർഷത്തേക്കുള്ള വൈഫൈൻ്റെ ഒക്കെ പൈസ കൊടുത്തിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. കാരണം ഒരിക്കലും ഈ വീട് ഒയ്യൂല എന്നുള്ള ഈ പറഞ്ഞ വൈബും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒയ്യൂല എന്നുള്ളൊരു ലെവലിലായിരുന്നു നമ്മൾ ഈ വീട് കണ്ടതൊക്കെ. പക്ഷേ
ലൈഫാണ് ഗൈസ്, അത് നമ്മളെ കയ്യിൽ നിൽക്കില്ല. അത് അള്ളാഹ് തീരുമാനിക്കുന്ന പോലെ അല്ലെങ്കിൽ ദൈവം തീരുമാനിക്കുന്ന പോലെ പോകും. അപ്പം ഈ പറഞ്ഞ പോലെ വീട് ഒയ്യെന്ന് ഈ പറഞ്ഞ നമ്മൾ സാധനങ്ങൾ വല്ലതും എടുത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും കാറിലെങ്ങാനും കിടന്നുറങ്ങാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിടന്നുറങ്ങാം. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ കുറച്ച് തീരുമാനങ്ങൾ ശക്തമായിട്ട് ഞാൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് എന്തായാലും അടുത്തതും അതിൻ്റെ അപ്പുറത്തെല്ലാം വ്ളോഗിലായിട്ട് ഞാൻ സർപ്രൈസ് എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ കാണും. അപ്പോൾ ഇനി വക്കീലിനെ കണ്ടിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളും ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെയ്യാന്ന് എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒളിവ് സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ സാധനങ്ങൾ എടുക്കട്ടെ, എന്നിട്ട് വക്കീലിനെ പോയി കാണണം, എന്നിട്ട് ഞാൻ വരാം. അപ്പോൾ ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ വക്കീലിനെ കാണാൻ വേണ്ടി പോയെന്ന്. അപ്പോൾ ബാക്കി വക്കീലിനെ കണ്ടിട്ട് സാധനങ്ങളെല്ലാം ഉള്ളതെല്ലാം കയറ്റി, ഇനി കയറ്റാൻ പറ്റാത്ത കുറേ ഉണ്ടാവും, ഇന്നിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വക്കീലിനെ കാണുക, എന്നിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നേരെ ഞാൻ ഈ പറഞ്ഞ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയെന്ന്, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വക്കീലിനെ കണ്ടിട്ട് ഞാൻ വരാം. ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വക്കീലിനെ കണ്ടു. ഒരു 1 hour അടുപ്പിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ ഇപ്പോൾ ജുമാൻ്റെ ടൈമായി, അപ്പോൾ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് മുമ്പ് വീഡിയോ എടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ വക്കീലിനെ കണ്ട് സംസാരിച്ച് എനിക്ക് പറ്റിയ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലേറ്റായി ഗൈസ്. ഈ പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായി പോയി. കാരണം ഇത് നേരത്തെ നമ്മൾ ഫയൽ ചെയ്യേണ്ട അല്ലെങ്കിൽ നേരത്തെ ആദ്യം ഡിഫേമേഷന് പോകേണ്ട ആൾ ഞാനായിരുന്നു. മനസ്സിലായി? ആദ്യം ഡിഫേമേഷന് പോകേണ്ടതോ അല്ലെങ്കിൽ ആദ്യം ഈ കാര്യങ്ങൾ പറയേണ്ട ആളോ ഞാനായിരുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം മാനസിക പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ മെൻ്റലി ഡൗൺ ആയതുകൊണ്ട് എനിക്ക് പോകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതിനെതിരെ ആ ടൈം പ്രതികരിക്കാൻ സാധിച്ചില്ല. പക്ഷെ എന്നാലും സത്യവും ന്യായവും നമ്മളെ ഭാഗത്തുനിന്നാണ് വക്കീൽ പറയുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് എല്ലാ രീതിയിലും വിത്ത് സോളിഡ് പ്രൂഫ്സ് നമ്മൾ മുമ്പോട്ടേക്ക് പോകും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് മെൻ്റലി ഒന്ന് ഡൗൺ ആയെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മളെ ഭാഗത്താണ് ന്യായം. അപ്പോൾ അതുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും കുറേ കാര്യങ്ങൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ അത്രേ ഇപ്പം പറയുന്നുള്ളൂ. അപ്പോൾ ബൈ. ഇനിയിപ്പോൾ ഞാൻ ഒളിവിലെത്തിയിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ബൈ ഗൈസ്, സീ യു, ലവ് യു, ബൈ ബൈ.